ഹരി ഓം. ശ്രീമന്നാരായണീയം ദശകം 1 ശ്ലോകം 5. നിർവ്യാപാരോപി നിഷ്കാരണമജഭജസേ യത്ക്രിയാമീക്ഷണാഖ്യാം തേനൈവോദേതി ലീനാ പ്രകൃതി അസതി കൽപ്പാപി കൽപ്പാദികാലേ തസ്യാ സംശുദ്ധമംശം കമപി തമതിരോധായകം സത്വരൂപം സത്വം ധൃത്വാ ദധാസി സ്വമഹിമ വിഭവാകുണ്ഠ വൈകുണ്ഠ രൂപം. ശ്രീഹരേ നമ. അജ അല്ലയോ നാശമില്ലാത്തവനെ, നിർവ്യാപാര അഭി അങ്ങ് സ്വതവേ ഒരു ചേഷ്ടയുമില്ലാതാവുന്നെങ്കിലും നിഷ്കാരണം ഒരു കാരണവും കൂടാതെ ഈക്ഷണാഖ്യാം ക്രിയാം ഈക്ഷണം എന്ന ഒരു ചേഷ്ടയെ കൈക്കൊള്ളുന്നു എന്നത് ഭജസേ യത്തേനേവ യാതൊന്നോ അതിനാൽ തന്നെയാണ് അസതി കൽപ്പ അഭിലീന പ്രകൃതി ഇല്ലാത്തതായി തോന്നിയിരുന്നുവെങ്കിലും ലയിച്ചു കിടന്നിരുന്ന പ്രകൃതി കൽപ്പാദികാലെ ഉദേതി കൽപ്പത്തിന് തുടക്കത്തിൽ ഉയർത്തെഴുന്നേൽക്കുന്നത് സ്വമഹിമ വിഭവ കൊണ്ട തൻ്റെ തികഞ്ഞ മഹിമാവിനാൽ തനിക്ക് അപാരമായ ഒരു മഹിമ ഉള്ളതിനാൽ ഒന്നിനും മടക്കം പറ്റാത്തവനെ വൈകുണ്ഠ സത്വം വൈകുണ്ഠവാസിയായ ശ്രീ മഹാവിഷ്ണു ആ അങ്ങ് തസ്യാ അതിരോധായകം ആ പ്രകൃതിയുടെ അതായത് മായയുടെ ഒന്നിനെയും സംശുദ്ധം സത്വരൂപം കമപി മറയ്ക്കാത്തതൊട്ടും കലർപ്പില്ലാത്തതും അംശം ധൃത്വ സത്വഗുണം എന്ന രൂപത്തിലുള്ളതുമായ അംശം കൈക്കൊണ്ട് രൂപം ദധാസി രൂപത്തെ ധരിക്കുന്നു. സർവേശ്വരനായ മഹാവിഷ്ണു അവിടുത്തെ മായ ബാധിക്കുന്നില്ല, എന്നാൽ മായയെക്കൊണ്ട് സർവ്വതും ചെയ്യിക്കുന്നതും അവിടുന്നാണ്. ജനിവൃത്തികളിൽ നിന്ന് മുക്തനായ ഭഗവാന് നിഷ്ക്രിയ സ്വഭാവനായിരുന്നിട്ടും അകാരണമായി ഉണ്ടാകുന്ന അങ്ങയുടെ നോട്ടത്തെ ആശ്രയിച്ച് അങ്ങയെ ലീനമായി കിടക്കുന്നതും തികച്ചും അസ്തിത്വമില്ലാത്തതുമായ മായാശക്തി സൃഷ്ടിയുടെ ആരംഭത്തിൽ ഉണർന്നു വ്യാപരിക്കാൻ തുടങ്ങുന്നു. ഹേ വൈകുണ്ഠവാസിനി, അങ്ങയുടെ പ്രഭാവശാന്തിയാൽ പ്രവർത്തിക്കുന്ന മായയിൽ നിന്ന് ജ്ഞാനകർമ്മങ്ങളെ പ്രതിരോധിക്കാൻ കരുത്തില്ലാത്തതും പറഞ്ഞറിയിക്കാൻ വയ്യാത്ത രീതിയിൽ പരിശുദ്ധവുമായ സത്വഗുണത്തിന്റെ